കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വാട്സാപ്പ് ചോദിച്ചു വീടിന് പറ്റിയ ബ്ലൈൻഡ്സ് ഏതാണെന്ന്. വീടിന് പറ്റുന്ന ബ്ലൈൻഡ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പം നമുക്കതിനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമതായിട്ട് റോമൻ ബ്ലൈൻഡ്സ്, 2 സീബ്ര ബ്ലൈൻഡ്സ്, 3 റോളർ ബ്ലൈൻഡ്സ്, 4മതായിട്ട് വെനീഷ്യൻ, 5 വുഡൻ ബ്ലൈൻഡ്സ്. ഈ റോമൻ ബ്ലൈൻഡ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പം അത് ഫോൾഡ് ചെയ്താണ് മേളിലോട്ട് കയറുന്നത്. അതിന്റെ ഫാബ്രിക്കും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കേർട്ടന്റെ മെറ്റീരിയൽ അതിന് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. സീബ്ര ബ്ലൈൻഡ്സ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. പേര് പോലെ തന്നെ സീബ്ര, ഒരു ഡാർക്ക് ഷെയ്ഡ്, പിന്നെ നെറ്റ്, വീണ്ടും ഒരു ഡാർക്ക് ഷെയ്ഡ്. ഇപ്പൊ എന്റെ പുറകിലുള്ളത് സീബ്ര ബ്ലൈൻഡ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കൊമേഴ്ഷ്യൽ പർപ്പസുകളിലാണ് കൂടുതലായിട്ടും സീബ്ര ബ്ലൈൻഡ്സ് പ്രിഫർ ചെയ്യാറുള്ളത്. റോളർ ബ്ലൈൻഡ്സ് എന്നുള്ള പേര് കിട്ടാനുള്ള കാരണം അത് റോൾ ചെയ്ത് കയറി പോകുന്നത് കൊണ്ടാണ്. അതിൻ്റെ അകത്ത് മെറ്റീരിയൽസ് അതിൻ്റെ തന്നെ മെറ്റീരിയലാണ്, ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. വെനീഷ്യൻ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് കിച്ചണിലോട്ടുള്ള ഒരു ബ്ലൈൻഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. പിന്നെ വരുന്നത് വുഡൻ ബ്ലൈൻഡ്സ് ആണ്. അത് ഒക്കേഷൻ നമ്മൾ പല ഏരിയകളിൽ അത് കൊടുക്കാറുണ്ട്. സോ ലിവിംഗ് റൂമിലൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് റോമൻ ബ്ലൈൻഡ്സ് ആണ്. കിച്ചണിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ വുഡൻ ബ്ലൈൻഡ്സോ വെനീഷ്യനോ നമുക്ക് ഉപയോഗിക്കാം. കൊമേഴ്ഷ്യൽ പർപ്പസ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന റോളർ ബ്ലൈൻഡ്സോ സീബ്ര ബ്ലൈൻഡ്സോ ആയിരിക്കും നല്ലത്. അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടത്?